മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആസ്വദിക്കാൻ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മളെല്ലാവരെയും പൊതിയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ്. കടബാധ്യതയാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അനേകം ജനങ്ങൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. യെശയ്യാ 66:12 ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകൾ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. യെശയ്യാ 45:3 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളും, കടബാധ്യതകൾ, സങ്കടങ്ങള്, ജോലി മേഖലകളിലെല്ലാം അഭിഷേകം വ്യാപരിക്കുവാൻ ഈ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനം അഭിഷേകമായി, ഒരു അഗ്നിയായി, ഒരു കൊടുങ്കാറ്റായി എല്ലാ മക്കളിലേക്കും വീശട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.